നമസ്കാരം. കേരളം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ വലിയ ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട്. ഇന്ന് നമ്മൾ 3 വീഡിയോസ് ഇന്നത്തെയും കൂടി കൂട്ടി 3 വീഡിയോസ് ബോക്സ് ഓഫീസ് കണക്കുമായി ബേസ് ചെയ്തിട്ട് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ 4ാമത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം. അതായത് ഇന്ന് 2 വീഡിയോ ഒരേ വിഷയത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിനെ കുറിച്ചാണ്. പുഷ്പ 2 കേരളത്തിൽ ഭീകരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ആണ് കിട്ടിയത്. ഞാൻ ഇന്ന് വരെ പടം കണ്ടിട്ടില്ല. ഞാനത് തുടക്കത്തിലെ പറഞ്ഞാണ്. അതിന്റെ കാരണവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയായാലും 3 ദിവസം പിന്നിട്ട ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയത് എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുമെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ 3ാം ദിവസം, അതായത് ആദ്യത്തെ ശനിയാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,25,00,000 രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ദിവസം വലിയ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് 2ാം ദിവസത്തേക്ക് വന്നപ്പോൾ 1,90,00,000 രൂപയിലേക്ക് ഇടിയേണ്ടതായിട്ട് വന്നിരുന്നു. എന്നാൽ 3ാം ദിവസത്തേക്ക് വരുമ്പോൾ 2,25,00,000 രൂപയിലേക്ക് കളക്ഷൻ തിരിച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും 4ാം ദിവസമായിട്ടുള്ള ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എന്തായാലും 2.5 കോടി രൂപയ്ക്കും 3 കോടി രൂപയ്ക്കും ഇടയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ അടിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഇതുവരെ 3 ദിവസമേ കേരള ബോക്സ് ഓഫീസിലായിട്ടുള്ള ഈ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10,85,00,000 രൂപ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് നെഗറ്റീവ് റിവ്യൂസ് വലിയ കാര്യമായിട്ട് ഇപ്പോൾ എന്താ പറയാ ബാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 2ാം ദിവസത്തിൽ കളക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവുണ്ടായി എങ്കിലും 3ാം ദിവസം തിരിച്ചു കയറുന്നു. 4ാം ദിവസം അതിനേക്കാൾ വലിയ ഗംഭീരമായിട്ട് തന്നെ കയറുന്നു എന്ന് പറയുന്നു. മാത്രമല്ല 3 ദിവസം കൊണ്ട് 10,85,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചു എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് 4 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 15 കോടിക്ക് അടുത്ത്, ഏകദേശം ഒരു 13.5-14 കോടി രൂപയോളം എത്തും എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാം, ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 20 കോടി രൂപ അടുത്ത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിലും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രോഫിറ്റിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചില്ല. പക്ഷേ നോക്കിയപ്പോൾ എല്ലാ സൈറ്റുകളിലും തന്നെ ഒരേപോലെ പറയുന്നത് 15 കോടി രൂപയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ സിനിമ ബ്രേക്ക് ഇവൻ ആവുമെന്നാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിലും വിജയമായി മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്താണ് സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? കണ്ടവർ മാത്രം അഭിപ്രായം പറയുക. കോപ്പി പേസ്റ്റ് കമന്റുകൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.